ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങ കറി വെക്കാനാണ് കേട്ടോ. മാങ്ങ ഉണക്കമീനൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി കറി വെക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. വീഡിയോ അവസാനം വരെ കാണുക. എന്നാലുള്ളൂ ഞാൻ ഈ കറി എങ്ങനെ വെക്കുക എന്നുള്ളത് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ മാങ്ങാക്കറി പലരും പല വിധത്തിൽ വെക്കുന്നുണ്ടാവും കേട്ടോ. ഇങ്ങനെ ഒരു കറി നിങ്ങൾ വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കറി വെക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പം ഞാനിതാ ഈ മാങ്ങനെ തോലൊന്നും ചെത്തിയിട്ടില്ല കേട്ടോ. തോല് ചെത്താതെ തന്നെ ഞാൻ മാങ്ങ എടുത്തേക്കാണ്. മാങ്ങ കഷ്ണം വെട്ടിയെടുക്കുകയാണ് കേട്ടോ. അതെന്തിനാന്ന് പറഞ്ഞാൽ മാങ്ങ കഷ്ണം വെട്ടി ചെത്തിയിട്ട് കഷ്ണം നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ മാങ്ങ കഷ്ണം കാണൂല. അപ്പോൾ മാങ്ങ ഇങ്ങനെ കഴിക്കണം എന്നുള്ളൊരു ചെത്താതെ കഷ്ണം വെട്ടിയിട്ട് ഇടുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കറിയിലത്തെ മാങ്ങ കഴിക്കുന്നത്. അത് ചോറൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിതാ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. എരിവൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർ. അപ്പം ഞാനിതാ 2-3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. ഇതിലേക്ക് ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ തക്കാളിയോ വേറെ ഒന്നും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കണില്ല. ഈ ഒരു വലിയ ഉള്ളി മാത്രം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം മതി കേട്ടോ. ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാനൊക്കെ. ഇതിലേക്ക് വേറെ ഉപ്പേരിയോ പപ്പടോ അച്ചാറോ ഒന്നും വേണ്ട കേട്ടോ. അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഈ കറിക്ക്. എന്നാലും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉലുവയും കുറച്ച് കടുകും ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് ഞാനിതാ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ നല്ലോണം എണ്ണയിൽ നല്ല വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വേണ്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മാങ്ങ വഴണ്ട് കിട്ടാൻ മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉണക്കമീനാണ് കറി വെക്കുന്നത്. അപ്പോൾ ഉണക്കമീൻ കറി വെക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പാവും കേട്ടോ. മീനിലേ നല്ല ഉപ്പാണ്. അതുകൊണ്ട് ഉപ്പ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി പെട്ടെന്ന് നമുക്ക് മാങ്ങ വഴണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു തരി ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പം മീനിലാണെങ്കിൽ നല്ല ഉപ്പുള്ള മീനാണ്. അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാലയൊക്കെ കൂട്ടി വെച്ച മീനാണ് കേട്ടോ. അപ്പോൾ പൊരിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഉപ്പാണ്. അപ്പോൾ അങ്ങനെ കറി വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് അതിലേക്ക് എല്ലാം വഴണ്ട് വന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാകത്തിനുള്ള വെള്ളം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മാങ്ങയൊക്കെ നല്ല വെന്ത് കുറുകി വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുളകൊക്കെ മീനിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കറി നല്ല തിളച്ച് വന്ന് മാങ്ങയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സ്രാവിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി മാങ്ങയും ഈ മീനൊക്കെ മീനിലൊക്കെ നല്ല പുളിയൊക്കെ പിടിച്ച് ഉപ്പൊക്കെ മീനത്തെ ഉപ്പൊക്കെ ഇറങ്ങി നല്ല വെന്ത് വരട്ടെ. അങ്ങനെ വെന്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കൂടി മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേറെ ടേസ്റ്റായി. അപ്പം അങ്ങനെ ഞാൻ പിന്നെയും വീണ്ടും മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ കറി നല്ല വെന്ത് മാങ്ങയൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളൊന്നും കാണാനില്ല കേട്ടോ മാങ്ങ. അങ്ങനെ ഞാൻ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.